ഈ സന്നദ്ധ പ്രവർത്തകർക്ക് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെ വലിയ രീതിയിൽ ഭക്ഷണം വിളമ്പുന്നുണ്ടായിരുന്നു. ആ വൈറ്റ് ഗാർഡിനെയൊക്കെ ഇന്നലെ നിയന്ത്രിച്ചിരിക്കുകയാണ് പല കാരണങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇന്നിങ്ങോട്ട് ഫുഡ് എത്തിയിട്ടില്ല. അതിൽ വലിയ പാളിച്ച ഉണ്ടായിട്ടുണ്ട്. കൊണ്ടു കൊടുത്തതാകട്ടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫുഡുമാണ്. എങ്ങനെയാണ് ആ ഒരു സമീപനത്തെ കാണുന്നത്? ഈ നിമിഷം വരെ ഇപ്പം നമുക്ക് വിമർശിക്കുവാനുള്ള ഇടങ്ങളുണ്ടായിട്ട് പോലും അതിനെ ഒന്നും പോകാതെ, കാരണം നാട് നമുക്ക് ശീലമില്ലാത്തൊരു ദുരന്തത്തെ നേരിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു വിമർശനത്തിന്റെ സമയമല്ല എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുവരെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ എത്ര ആയിരക്കണക്കിന് മനുഷ്യന്മാർക്കാണ്, അത് ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികൾ, ഇപ്പം ഈ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ജനപ്രതിനിധികൾ വരെ അവിടെ നിന്ന് ഭക്ഷണം, ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്, നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ചെല്ലുമ്പം എല്ലാ യുവജന സംഘടനയിലും പെട്ട ആളുകൾ, ഇപ്പം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്, യൂത്ത് കെയറിന്റെ പ്രവർത്തകരുണ്ട്, വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരുണ്ട്, എല്ലാ യുവജന സംഘടനയുടെ പ്രവർത്തകർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അതൊരു പൊതുവിടമായി നമ്മൾ ഇതുവരെ കണ്ടുവച്ചിരുന്നു മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഐക്യമുണ്ടല്ലോ, ആ ഐക്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പൊതുവിടമായിട്ടാണ് അത് കണ്ടിരുന്നത്. അപ്പം അവിടെ ഇവർ ഭക്ഷണം ഒരു രാത്രിയിൽ വന്നിട്ട് മന്ത്രി പ്രസ്താവന ഇറക്കുകയാണ്, ഇവിടെ ഭക്ഷണം വേണ്ട, അത് ഹൈജീനിക് അല്ല. അത് അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് ഈ മുണ്ടക്കയിലേക്ക് കയറുന്നത്. ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പം ആർക്കെങ്കിലും പ്രയാസം പറ്റിയിട്ടുണ്ടോ? പിന്നെ ഇവർ വൈറ്റ് ഗാർഡ് പ്രവർത്തകർ നടത്തിയിരുന്ന ആ മെസ്സ് നിങ്ങൾ പൂട്ടാൻ തീരുമാനിച്ചു, ശരി, നിങ്ങൾ പൂട്ടിക്കും, അത് നിങ്ങളുടെ തീരുമാനം. ബദൽ സംവിധാനം എന്താണ്? ഇന്നിപ്പോൾ ഞാൻ മുണ്ടക്കയിലേക്ക് കയറി വരുമ്പം ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ്, സൈനിക ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് ഭക്ഷണം എത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തകർ പറയുകയാണ് ഭക്ഷണം എത്തിയിട്ടില്ല. ഇന്നലെ വരെ അതൊരു പരാതിയല്ല, ഭക്ഷണം ഇല്ലാത്തതിന്റെ പോരായ്മയല്ല നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു വലിയ ശാരീരികമായ അധ്വാനമാണ് ഇവിടെ എല്ലാ വോളണ്ടിയർമാരും ചെയ്യുന്നത്. നമ്മളിവിടെ വെറുതെ ഇരിക്കുന്ന ആളുകളല്ല വോളണ്ടിയർമാർ. അപ്പോൾ ആ ശാരീരിക അധ്വാനം ചെയ്യുമ്പോൾ മാത്രമല്ല ഇവിടെ ചെയറുണ്ട്, മറ്റു പ്രയാസങ്ങളുണ്ട്, അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പല പ്രവർത്തകർക്കും. കാരണം നിരവധി മരണം നടന്ന ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ബോഡീസ് വരെയാണ് ഇവരെടുത്തിട്ടുള്ളത്. അപ്പോൾ പാത്തജൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഗൗരവമായിട്ടുണ്ട്. ആ സമയത്ത് ഭക്ഷണം എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം, അപ്പോൾ അതിന് ബദൽ എന്ന മാർഗ്ഗമാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ പൂട്ടാനുള്ള ആവേശം ഇന്ന് ബദൽ സംവിധാനം തുറക്കാനായിട്ട് സർക്കാർ കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടേക്ക് കൊടുത്തുവിട്ടിരിക്കുന്ന ഭക്ഷണം ഡേറ്റ് കഴിഞ്ഞതാണ് എന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അറിയും, ഞാനത് നേരിട്ട് കണ്ടില്ല. എങ്കിൽ പോലും അതൊക്കെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇന്നലെ ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഊന്നൽ കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്ത മേഖലയിൽ ടൂറിസം പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്ന് പറഞ്ഞു. ആ ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഡിസാസ്റ്റർ PR ചെയ്യാൻ പാടില്ല. ഈ ദുരന്തത്തെ നിങ്ങളുടെ മാത്രം പരിധിയിലുള്ള ഒരു PR വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇപ്പം ആദ്യം പറഞ്ഞ നിർദ്ദേശം എന്താണ്? ക്യാമ്പുകളിലേക്ക്, കളക്ടറേറ്റുകളിലേക്ക് മാത്രമേ സാധനങ്ങൾ എത്തിക്കാൻ പാടുള്ളൂ, ആരും അല്ലാതെ കളക്ഷൻ പോയിന്റുകൾ നടത്തരുത്. അപ്പം ഞങ്ങൾ അതിനുശേഷം അത് പൂട്ടിയിട്ടില്ല. 4 കളക്ഷൻ സെന്റർ യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ട്. എല്ലാ യുവജന സംഘടനകളും നടത്തുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള യുവജന സംഘടനകൾ പോലും നടത്തിയിട്ടില്ല, സർക്കാരിന്റെ ഉത്തരവ് പാലിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ ക്യാമ്പുകൾക്ക് ചേർന്ന് കളക്ഷൻ സെന്റർ നടത്തുന്നു. ക്യാമ്പിലുള്ള ആളുകൾ നേരിട്ട് ആ കളക്ഷൻ സെന്ററിലേക്ക് വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നിങ്ങൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ അല്ലെങ്കിൽ തന്നെ ആ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ ഒരു വലിയ ദുരന്തത്തെ നേരിട്ടവരാണ്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ചിലപ്പോൾ ഒരു പീസ് ബ്രെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നൈറ്റി ആയിരിക്കും, കുട്ടികൾക്കൊരു കളിപ്പാട്ടമായിരിക്കും. അത് കളക്ടർ പാസ്സാക്കുന്ന ഉത്തരവ് വരെ അവർ കാത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവർത്തിക്കുന്നു, ഡിസാസ്റ്റർ ടൂറിസം ആരും നടത്താൻ പാടില്ല, ഡിസാസ്റ്റർ PR ആരും നടത്താൻ പാടില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായി ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഈ നിമിഷം വരെ ഇപ്പം നിങ്ങളെല്ലാവരും എന്നോട് പല വിഷയങ്ങളും പ്രതികരണം ചോദിച്ചപ്പോഴൊന്നും ഞാൻ പൊളിറ്റിക്കൽ പ്രതികരണം നടത്തിയിട്ടില്ല. നാട് നേരിട്ട ദുരന്തമാണ്. ആ ദുരന്തത്തെ സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ വാക്കുകളെ ഉദ്ധരിച്ചാൽ നാം ഒന്നിച്ചാണ് അതിജീവിക്കേണ്ടത്. അതിനകത്ത് ആദ്യം ആരോടിയെത്തുന്നു എന്നുള്ള മത്സരം ദയവ് ചെയ്ത് സർക്കാർ ഒഴിവാക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്.